നിങ്ങൾ ഡ്രോയിങ് പേപ്പറിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്കും തിരുത്തി വരച്ചതുകൊണ്ട് നിങ്ങളുടെ ആർട്ട് ബെറ്റർ ആവില്ല. നമ്മൾ വരയ്ക്കുന്ന ഓരോ ലൈനും പെർഫെക്റ്റ് ആകണമെന്നുള്ള ആഗ്രഹത്തിന്റെ ബേസിലായിരിക്കും നമ്മളിത് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ ഓരോ തവണ വീണ്ടും മായ്ച്ച് വരയ്ക്കുമ്പോൾ ആ ഡ്രോയിങ് വീണ്ടും 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 വൃത്തികേടായിക്കൊണ്ടിരിക്കുകയാണ്. ആ പേപ്പർ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരാളുടെ ഫേസ് വരയ്ക്കാനൊന്ന് സങ്കല്പിക്കുക. വരച്ചു പറഞ്ഞ സമയത്ത് ആളുടെ ഫേസിന്റെ ഐലാഷസ് കൺപീലികൾ വരയ്ക്കുന്നതിൽ മിസ്റ്റേക്ക് പറ്റി. നിങ്ങൾ മണിക്കൂറുകൾ എടുത്ത് അത് മായ്ച്ച് വീണ്ടും 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 എല്ലാം കറക്റ്റ് ചെയ്ത് വീണ്ടും മിസ്റ്റേക്ക് പറ്റുന്നു, വീണ്ടും മായ്ക്കുന്നു, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി നിങ്ങൾ ആ കൺപീലി കറക്റ്റ് ആക്കി. പക്ഷേ അവസാനം പിക്ചർ ഓവറോൾ നോക്കിയ സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലായത് കൺപീലിക്ക് മാത്രമല്ല ഫേസിന്റെ ടോട്ടൽ ഷേപ്പിലും മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ ആർട്ട് വർക്കിൽ മിസ്റ്റേക്ക് മാത്രം നോക്കി പോവാണെങ്കിൽ എപ്പോഴും മിസ്റ്റേക്ക് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ നിങ്ങളൊരു ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ടോട്ടൽ ഷേപ്പിനും അതിൻ്റെ ഓവറോൾ പ്രപ്പോർഷനും അതിൽ ഓരോ എലമെൻസിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണോ എന്നത് ചെക്ക് ചെയ്യാനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഡീറ്റെയിൽ കൊടുത്ത് ആദ്യമേ തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കണമെന്നില്ല. ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഓരോ എലമെൻറ്റും എടുത്ത് അത് സെപ്പറേറ്റ് നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് എന്നുള്ള കാര്യത്തിനേക്കാൾ കൂടുതൽ ആ ഓരോ ഭാഗം എങ്ങനെ പെർഫെക്റ്റ് ആക്കാം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ആർട്ടിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആർട്ട് വർക്ക് കുറെ കൂടി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആർട്ട് വർക്കിനെ സമീപിക്കാനും നിങ്ങളുടെ ആർട്ട് വർക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ട് മാറാനും ഈ ഒരു രീതി ഹെൽപ്ഫുൾ ആയിരിക്കും.